ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹംനൂസ് കിച്ചൻ. അപ്പോൾ നമുക്കിന്ന് തലശ്ശേരി മട്ടൺ ദം ബിരിയാണി തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്കുള്ള ഗരം മസാല തയ്യാറാക്കിയെടുക്കാം. ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാലയാണ് തയ്യാറാക്കുന്നത്. ഒട്ടും തന്നെ അധികം ഉണ്ടാകത്തില്ല. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാജീരകം, അത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാദാ ജീരകം എടുത്താലും മതിയാകും. അതുപോലെ 6-7 ഗ്രാമ്പൂ, 6-7 ഏലക്ക, 1 തക്കോലത്തിൻ്റെ പകുതി, 2-3 കഷ്ണം പട്ട. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഫ്രൈ പാനിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി മട്ടൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം മാത്രമേ നമ്മൾ മസാലയ്ക്ക് എടുക്കുകയുള്ളൂ. ബാക്കി 4 എണ്ണം നേർമയിൽ അരിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ 4 പച്ചമുളക്, 10 കഷ്ണം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിൻ്റെ പകുതി ഭാഗം, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള മട്ടനാണിത്. പ്രഷർ കുക്കറിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് മട്ടൻ്റെ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ബാക്കി നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ അതിനകത്ത് ഇട്ടിരുന്നു. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടി വരണം. ചെറിയൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും 2 തക്കാളി മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ബാക്കിയൊക്കെ നമ്മൾ മട്ടൻ്റെ മസാലയിൽ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ മട്ടൻ്റെ മസാലയ്ക്ക് മുളക് പൊടി ഒട്ടും ഉപയോഗിക്കുന്നില്ല. എരിവിന് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ മട്ടൻ്റെ മസാല റെഡിയാക്കിയതിന് ശേഷം മാത്രമേ റൈസിൻ്റെ വീഡിയോ കാണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് റൈസിൻ്റെ പണി തുടങ്ങാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്നും ഞാൻ 2 ടേബിൾ സ്പൂണോളം ഫ്രൈ ചെയ്ത ഉള്ളി മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം.
ഇത് കുരു ഇല്ലാത്ത നാരങ്ങ കൊണ്ടാണ് ഡയറക്റ്റ് ഒഴിക്കുന്നത്. കുരു ഇല്ലാതെ വേണം നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മട്ടൻ്റെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വെരി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി റൈസിനായിട്ട് ഒരു വലിയ പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ സാജീരകം, അതുപോലെ തന്നെ 2-3 ബേ ലീഫ്, 6-7 ഏലക്ക, അതുപോലെ 6-7 ഗ്രാമ്പു, ഒരു പട്ട, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 3 കപ്പ് റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണിത്. അപ്പോൾ തലശ്ശേരി ദം ബിരിയാണിക്ക് കൈമ റൈസ് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങളും അത് കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഈ നെയ്യിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പല അരിക്ക് പല വേവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിൽ മാറ്റം വരുത്താം. അപ്പോൾ 4.5 കപ്പ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. കുരു ഇല്ലാതെ വേണം നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാൻ. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ 10 മിനിറ്റായി. ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 90% ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചോറൊട്ടും തന്നെ പൊടിഞ്ഞു പോകത്തില്ല. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. ഈ പാനിൽ തന്നെ വേണമെങ്കിലും ദം ചെയ്യാം. ഈ റൈസ് ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ ദം ചെയ്യാം. ഞാനിവിടെ വേറൊരു പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. അതിനൊരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളി, കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, കറിവേപ്പില ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് അതിന് മുകളിലേക്ക് റൈസ് ചേർക്കാം. മസാലയും റൈസും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കി ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ പാലിലൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കളറിന് വേണ്ടി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കി കൂടി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഗീ ഒക്കെ ചേർക്കുമ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ദമ്മിന് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് ഫോയിൽ കൊണ്ട് ഈ പാൻ ഒന്ന് അടച്ചതിന് ശേഷം അടപ്പടച്ച് ദം ചെയ്തെടുക്കാം. ദം ചെയ്യുമ്പോൾ ഫ്ലെയിമിന് ഡയറക്റ്റ് മുകളിൽ ഒരു പഴയ ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ദം ചെയ്യുന്ന പാത്രം വെക്കുകയാണെങ്കിൽ അടിക്ക് പിടിക്കാതെ തന്നെ ദമ്മായി വരും. അപ്പോൾ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അതിനുശേഷം 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പാൻ തുറന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ ദം ചെയ്ത് ഓഫ് ചെയ്തെല്ലാം കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബിരിയാണി ഇനി സെർവ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്.
ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ സെർവ് ചെയ്യുന്ന അത്രയും ഭാഗം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.